തലവരി ഒഴിവായി, പക്ഷേ ഫീസ് വർദ്ധിച്ചു. എന്നാൽ പകരം ഒരുപാട് സീറ്റുകൾ കിട്ടിയെന്ന് സർക്കാർ. ചർച്ച ചെയ്യാം പ്രധാന സംഭവവികാസങ്ങൾ ആദ്യം. അമൃത കൽപ്പിത സർവകലാശാല നടത്തിയ മെഡിക്കൽ പ്രവേശനം റദ്ദാക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. മെഡിക്കൽ പ്രവേശനത്തിൽ നീറ്റ് വ്യവസ്ഥകൾ അട്ടിമറിച്ചാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏകീകൃത പ്രവേശനത്തിൽ കേരളത്തിൻ്റെ കേസ് സുപ്രീം കോടതി നാളെയാകും പരിഗണിക്കുക. അതേസമയം സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാരുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സ്വാശ്രയ കരാറിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളും അറിയിച്ചു. പ്രശ്നത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മാർച്ച് നടത്തി. പലയിടങ്ങളും അക്രമവും ഉണ്ടായി. ഇന്ന് ഇതാണ് സ്വാശ്രയ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് ചർച്ചയിലേക്ക് പോകുന്നത്. ഷിജു ഖാൻ, AM രോഹിത്, സാബു, ഒപ്പം റജി ലൂക്കോസ് എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ വിവിധ മേഖലകളിലായി ചേരുന്നത്. തീർച്ചയായും സ്വാശ്രയ പ്രശ്നം കത്തി നിൽക്കുമ്പോൾ ശ്രീ ഷിജു ഖാൻ, അതായത് 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 10% ഫീസ് വർധനവ് എന്ന ഘട്ടത്തിൽ നിന്നും അതിനെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായി നിങ്ങളുടെ സർക്കാർ ചേർന്ന ചേർച്ച ഒരു വലിയ ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ട്. ഇത് ആരോപിക്കാനുള്ള എല്ലാ ചേരുവകളും ഇന്ന് നിലനിൽക്കുന്നു. അതിനെ എങ്ങനെ നിങ്ങൾ മറികടക്കും? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ടാണ് സ്വാശ്രയ മേഖല പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്വാശ്രയ മേഖലയിലെ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ അപാകതകൾ പരിഹരിക്കാൻ പുതുതായി അധികാരത്തിലേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് പരീക്ഷ എഴുതാത്ത കുട്ടിക്ക് പോലും പ്രവേശനം കൊടുത്തതായിരുന്നു UDFൻ്റെ കാലമെങ്കിൽ ഇത്തവണ എൻട്രൻസ് പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്ത കുട്ടി മാത്രം പഠിച്ചാൽ മതി എന്ന നിലയിലേക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രവേശനം മാറുന്നൊരു സ്ഥിതി ഉണ്ടായി. ഫീസ് 25,000 രൂപ ഫീസ് കുറയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രശ്നം. രണ്ടാമത്തേത് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട മെറിറ്റ് പാലിക്കാൻ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശന നടപടികൾ ആരംഭിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 50% സ്വാശ്രയ കോളേജുകളിലെ സീറ്റുകളിലേക്കുള്ള പ്രവേശനം ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ടായി. 100% സീറ്റിലേക്കും മാനേജ്മെൻറ്റ് സീറ്റിലേക്കും ഉൾപ്പെടെ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോയതാണ്. ദൗർഭാഗ്യവശാൽ ഹൈക്കോടതി ഒരു സ്റ്റേ ഉത്തരവ് പറയുകയും 50% സീറ്റിലേക്കുള്ള പ്രവേശനം മാത്രം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. ആ 50% മെറിറ്റ് സീറ്റിലെ 20% കുട്ടികളുടെ ഫീസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. എന്ന് മാത്രമല്ല UDFൻ്റെ കാലത്ത് 13 കോളേജുകളുമായിട്ട് മാത്രമാണ് UDF ഗവൺമെൻറ് കരാർ ഒപ്പിട്ടതെങ്കിൽ 20 കോളേജുകളുമായി കരാർ ഒപ്പിടാൻ, മെഡിക്കൽ കോളേജുകളുമായി കരാർ ഒപ്പിടാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചു. 20 കോളേജുകളിലായി 1550 സീറ്റിൽ 750 സീറ്റ് ഗവൺമെൻറ്റിന് കിട്ടുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ UDFൻ്റെ കാലത്ത് 207 സീറ്റിലാണ് 25,000 രൂപയ്ക്ക് മെറിറ്റിൽ കുട്ടിക്ക് പഠിക്കാൻ, അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ 484 പാവപ്പെട്ട കുട്ടികൾക്ക് 25,000 രൂപയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും മെറിറ്റ് ഇനി അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് UDFൻ്റെ കാലത്ത് എവിടെയാണ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് എൻട്രൻസ് പരീക്ഷയിൽ നിന്ന് ആളെ തീരുമാനിച്ചത്? ഒരിടത്തുമില്ല. എല്ലാം കൺസോർഷ്യം നടത്തുന്ന വ്യാജ തട്ടിപ്പ് പരീക്ഷയിൽ നിന്നാണ് കുട്ടികളെ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഴുവൻ സീറ്റിലേക്കും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുന്നത്. മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള പ്രവേശന നടപടികൾ പോലും ജെയിംസ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ്. പല കോളേജുകളിൽ നിന്നുമുണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിൽ ജെയിംസ് കമ്മിറ്റി അതിൽ കാര്യമായി ഇടപെടുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. UDF ഗവൺമെന്റിന്റെ കാലത്ത് കരാർ ഒപ്പിടാത്ത കോളേജുകൾ 50 ലക്ഷത്തിനും 60 ലക്ഷം രൂപയ്ക്കും സീറ്റുകൾ കച്ചവടം ചെയ്തു. ഈ സീറ്റുകൾ കച്ചവടം ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഒന്നും മിണ്ടിയില്ല, ഗവൺമെന്റ് ഇടപെട്ടില്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ കോളേജുകളിൽ 4 ലക്ഷവും 6 ലക്ഷം രൂപയും പാവപ്പെട്ട 25,000 രൂപയ്ക്ക് ഇപ്പോൾ നിയോഗിക്കപ്പെട്ട കുട്ടികളിൽ, അത്ര സാമ്പത്തിക സ്ഥിതി മാത്രമുള്ള കുട്ടികളിൽ നിന്ന് അന്ന് 4 ലക്ഷവും 5 ലക്ഷവും വാങ്ങി. തീർച്ചയായും അത്തരം വലിയ കച്ചവട നയമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ കച്ചവട നയത്തിൽ നിന്നൊരു മാറ്റമുണ്ടായി. എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
ഫീസ് വർധനവ് സ്വാശ്രയ കോളേജുകൾ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക്, സ്വാശ്രയ കോളേജുകൾ നിശ്ചയിക്കുന്ന വിധത്തിലേക്ക് ഫീസ് വർധനവ് നടപ്പിലാക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. പല സുപ്രീം കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ സ്വാശ്രയ കോളേജുകൾ നടത്തുന്ന സമ്മർദ്ദ തന്ത്രം കേരളീയ പൊതുസമൂഹം പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി സംജാതമാകേണ്ടതുണ്ട്. തീർച്ചയായും. രോഹിത് കോടതിയുടെ വിഷയത്തിലേക്ക് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ വരാം. ഫീസ് വർധനവ്, അതായത് പ്രധാനമായും സർക്കാർ മുമ്പോട്ട് വെച്ചത് ഫീസ് വർധനവ് എന്നത് ഒഴിവാക്കാൻ ഈ ഘട്ടത്തിലാവില്ല, പരിഹാരം അടക്കമുള്ളത് ശരിയാണ്, പരിഭവവും പരാതിയും ഒക്കെ ശരിയാണ്. പക്ഷേ തലവരിപ്പണം എന്ന വലിയ കൊള്ള ഇല്ലാതാക്കി എല്ലാവർക്കും പഠനം എന്നതിലേക്ക് മെറിറ്റുമായി ബന്ധപ്പെട്ട് ജെയിംസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായ സ്ക്രീനിങ് നടക്കുന്നു. സംസ്ഥാനത്തിൻ്റെയും നീറ്റിൻ്റെയും ഒക്കെ എൻട്രൻസിൽ നിന്ന് മാത്രം പ്രവേശനം നടക്കുന്നു. അങ്ങനെ കാര്യങ്ങളെ സുതാര്യമാക്കി. ചില അറ്റത്തിൽ ചില പാളിച്ചകളുണ്ടായി. വിദ്യാഭ്യാസത്തിൻ്റെ പൊതു നന്മയ്ക്ക് ഉപകാരപ്പെടും വിധമാണ്. എങ്ങനെ നിങ്ങൾക്ക് എതിർക്കാനാകും? ചില പാളിച്ചകളല്ല, ഏറ്റവും ഗുരുതരമായ പാളിച്ചയാണ് ഇന്ന് കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ 100 ദിവസത്തിനുള്ളിൽ അധികാരത്തിൽ, അല്ലെങ്കിൽ ആ അധികാരം പിന്നിട്ട ഒരു ഗവൺമെൻറ് ഏറ്റവും വലിയ 100 ദിവസത്തിനുള്ളിൽ ഏറ്റവും വലിയ അഴിമതി മെഡിക്കൽ രംഗത്ത് നടപ്പാക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ ചർച്ചയുടെ പ്രധാന കാരണം എന്താ? കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ഗവൺമെൻറ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഷിജു ഖാൻ അവസാനിപ്പിച്ചോടന്ന് ഞാൻ തുടങ്ങാം. ഷിജു ഖാൻ തന്നെ പറയുകയാണ്, കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ട് ഫീസ് വർധനവ് ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് ഷിജു ഖാൻ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ യൂത്ത് കോൺഗ്രസും KS-ഉം കഴിഞ്ഞ 7 ദിവസമായി വളരെ ശക്തമായ ഒരു സമരം, ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ UDF ഗവൺമെൻറ് 5 വർഷക്കാലം കൊണ്ട് 47,000 രൂപയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വർധനവുണ്ടായത്. എന്ന് വെച്ചാൽ ശരാശരി ഒരു വർഷം 9,400 രൂപ മാത്രം. പക്ഷേ 100 ദിവസം പിന്നിടുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് 35.14% വർധനവുണ്ടായിരിക്കുകയാണ്. 1,85,000 രൂപയായിരുന്നു മെറിറ്റ് ഫീസെങ്കിൽ അതിപ്പോൾ എവിടെ എത്തി? 2,05,00,000 2,50,000 രൂപയായി. അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞ എന്താ, തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് ഫീസിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആ കോളേജ് വേണ്ട എന്ന് വെച്ചു. ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഇവർ വേണ്ട എന്ന് വെച്ചു. പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് ഇവർ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ 250ഓളം വരുന്ന ഗവൺമെൻറ് സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റായി കേരളത്തിനകത്ത് ഈ ഗവൺമെൻറ് മാറുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യം കേരളത്തിൻ്റെ മെഡിക്കൽ രംഗത്ത് ഇവർ പറഞ്ഞ എന്താ, ഏകീകൃത ഫീസ് മെറിറ്റ് അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണമായി ഞങ്ങൾ പ്രവേശനം നടത്തുമെന്ന്. മാനേജ്മെൻറ്റ് കോടതിയിൽ പോയി, ഹൈക്കോടതി അനുകൂലമായി, മാനേജ്മെൻറ്റ് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇവർ ഗവൺമെൻറ് അപ്പീൽ പോയോ? സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ഇവർക്ക് സാധിച്ചില്ല. ഇനി അതൊക്കെ പോട്ടെ, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ മാറി നിൽക്കട്ടെ. നമ്മുടെ ഷിബുവിനെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിജു ഖാൻ ഓർമ്മയുണ്ടാവും. ഷിബുവിനെയും ബാബുവിനെയും റോഷനെയും മധുവിനെയും രാജീവിനെയും നിങ്ങൾ മറന്നിട്ടില്ല. അവരുടെ കീഴിൽ, അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത പരിയാരം മെഡിക്കൽ കോളേജിൽ ഇന്ന് എത്ര ഫീസ്? ഗവൺമെൻറ് മറുപടി പറയണ്ടേ? അപ്പോൾ വലിയ രീതിയിലുള്ള സ്വാശ്രയ കൊള്ള, തീവട്ടി കൊള്ള കേരളത്തിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ കൊള്ള അനുവദിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ രംഗത്തേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സമരം ന്യായമാണ്. ഈ സമരത്തിൻ്റെ കൂടെ ഗവൺമെൻറ് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്ന് ശ്രീ രോഹിത്, അതായത് ഇത്തരത്തിൽ മാനേജ്മെൻറ്റുമായി ഉള്ള ഒരു അവിഹിത നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തിയത് എന്നാണ് നിങ്ങളുടെ പ്രധാനമായും ആരോപണം. പക്ഷേ അല്ല, കൂടുതൽ കുട്ടികളെ മെറിറ്റിലേക്ക് എത്തിക്കാനായി എന്നുള്ളതാണ് തങ്ങളുടെ നേട്ടം. ഫീസ് വർധനവിൻ്റെ കാര്യം ശരിയാണ്. പക്ഷേ മാനേജ്മെൻറ്റുകളെ ഈ കരാറിലേക്ക് കൊണ്ടുവരികയും ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകാനുള്ള വലിയ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. രാഷ്ട്രീയം മറക്കൂ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഫെഡറേഷനെ നിങ്ങൾ 3 വർഷത്തേക്ക് ഇടപെടാനാകില്ല. അതിന് കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ടതാണ്. അമൃത സർവകലാശാലയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാനദണ്ഡമായി എടുക്കുമ്പോൾ എങ്ങനെ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനാകും രോഹിത്? പക്ഷേ ഈ ഗവൺമെൻറ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മെറിറ്റ് സീറ്റ് ഇത്തവണ ഉറപ്പുവരുത്തുവാൻ ഈ ഗവൺമെന്റ് ഇടപെടേണ്ടതെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ കേരളത്തിലെ 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ഉറപ്പിച്ചിട്ട് പോലും അവർക്ക് ഈ വലിയ തുക കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. അവര് മെഡിക്കൽ വിദ്യാഭ്യാസം നിന്ന് മാറി നിൽക്കേണ്ട സ്ഥിതിവിശേഷം. അതൊരു വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായും ഷിജു ഖാൻ അതിന് മറുപടി പറയണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സാബ്ലു തോമസ്, രാഷ്ട്രീയമായ
ഭേദങ്ങളൊക്കെ മറക്കാം. നമുക്ക് നിഷ്പക്ഷമായി വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു നന്മ എന്നുള്ള നിലയിലേക്ക് നമുക്ക് കാര്യങ്ങളെ ഒരു വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ കാണാം. ഇവിടെ തലവരിപ്പണം എന്ന വലിയ കൊള്ള ഒഴിവായി എന്നുള്ളതാണ് സർക്കാർ ഏറ്റവും ഒന്നാമതായി എടുത്തു കാണിക്കുന്നത്. ഇതൊക്കെ ജെയിംസ് കമ്മിറ്റി അടക്കമുള്ളതിലെ സുതാര്യമായ നീക്കം സാധ്യമായി എന്നതാണ് സർക്കാരിൻ്റെ ഒരു നേട്ടമായി പറയുന്നത്. ഈ മെറിറ്റ് സീറ്റിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാനായി പഠിപ്പിക്കാനാകുന്നു എന്നതാണ് നേട്ടമായി പറയുന്നത്. അപ്പോഴും കോട്ടമായി ശ്രീ രോഹിത് ഉന്നയിച്ച ഫീസ് കൊടുക്കാനാകുന്നില്ല എന്ന യാഥാർത്ഥ്യവും അവിടെ നിൽക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഇതിനെ കാണേണ്ടത്? ഈ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ഈ സ്കോളർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച നടന്നിരുന്നു. ആ ചർച്ചകളിലൊക്കെ ഒരിടത്തും എത്താതെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നിലവിലൊരു സ്കോളർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് ആരുടെ, ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊന്നും കുറ്റം പറയുന്നില്ല, പക്ഷെ എന്തോ ഒരു ഇച്ഛാശക്തി ഇല്ലായ്മ അതിലുണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ നിരന്തരമായും ഈ സ്കോളർഷിപ്പ് ഫണ്ടുകളെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുകയും എന്നിട്ട് ഇതെന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്പോൺസേഴ്സിനെ കണ്ടെത്തുമെന്നും ഇൻഫോസിസ് പോലുള്ള കമ്പനികളെ പോലും സമീപിച്ചുകൊണ്ട് അവരിൽ നിന്ന് സ്പോൺസർഷിപ്പ് കണ്ടെത്തി ഇങ്ങനൊരു ഫണ്ട് ഉണ്ടാക്കുമെന്ന് ഉള്ളതൊക്കെ കഴിഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഇതിലുമൊക്കെ ഉണ്ടായിരുന്നു ഈ സ്കോളർഷിപ്പ് ഫണ്ടിനെ കുറിച്ചുള്ള ഇത്. അത് ഒരിടത്തും എത്തിയില്ല. 5 കൊല്ലം കഴിഞ്ഞിട്ടും ആ സ്കോളർഷിപ്പ് ഫണ്ട് ഒരിടത്തും എത്താതെ ഇരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു സാഹചര്യവും കൂടെ ഒക്കെ വിലയിരുത്തണം. കാര്യം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അമിതമായ ഫീസ് കൊടുക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാമായിരുന്നു. ശരി, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഇപ്പോഴുണ്ടാക്കിയ ഈ ശാസ്ത്രീയ കരാറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളെയും അനുകൂലമായ ഘടകങ്ങളെയും നമുക്ക് എങ്ങനെ നിഷ്പക്ഷമായി വിലയിരുത്താനാണ്? അല്ല, അതിൻ്റെ അകത്ത് 1-2 പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പറയുമ്പോഴും ഈ കോടതി വിധിയെ നമ്മൾ ഉണ്ണികൃഷ്ണൻ കേസായാലും ഇനാംദാർ കേസായാലും TMA പൈ കേസായാലും ഇസ്ലാമിക് അക്കാഡമി കേസായാലും ഒക്കെ കോടതി വിധി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഗവൺമെന്റിന് മുതൽ മുടക്കില്ലാത്ത സ്ഥാപനങ്ങളിൽ അവർക്ക് ഫീസ് നിശ്ചയിക്കാനും അഡ്മിഷന് കോട്ട നിശ്ചയിക്കാനും പറ്റില്ല എന്ന് പറയും. അത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റിന് അതിൽ പറ്റുന്നത്? കരാറുകൾ കൂടിയുള്ള മാത്രമേ പറ്റുള്ളൂ. ഈ കരാർ വരുമ്പോൾ ഗവൺമെന്റിന്റെ ഏകപക്ഷീയമായ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്ന് മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ നിയമനിർമ്മാണം പോലും ബേബിയുടെ കാലത്ത് കൊണ്ടുവന്നത് എന്താ സംഭവിച്ചത്? കോടതി പറഞ്ഞു ഗവൺമെന്റിന് ആകെ പറ്റുന്നത് ഫീ റെഗുലേഷനും മറ്റേ അഡ്മിഷൻ സൂപ്പർവൈസറി ഒക്കെ പവറുള്ള ഒരു കമ്മിറ്റിയെ നിയമിക്കാം എന്നുള്ളതല്ലാതെ ഗവൺമെന്റിന് അതിൽ പോലും ഗവൺമെന്റിന് ഫീയിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളൊരു കോടതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഏകപക്ഷീയമായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് ഒരു ഐഡിയൽ കണ്ടീഷനിലാണ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ ഐഡിയൽ കണ്ടീഷൻ അതിന്റെ സൂചനയാണോ? ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷനുമായി 3 വർഷത്തിലേക്ക് കരാറായി, അതിന് ഈ സർക്കാർ ഇടപെടാനാകില്ല എന്ന പരിമിതി യഥാർത്ഥത്തിൽ മുൻ സർക്കാർ ചെയ്തു വെച്ച, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ആ പരിമിതിയുടെ മറ്റൊരു ഫലകമായി കാണാം. തീർച്ചയായിട്ടും ഫലകമായി കാണേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും 2-3 സംഭവങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടായത് കാണാതെ പോയിക്കൂടാ. ഒന്ന്, നീറ്റ് ലിസ്റ്റിൽ നിന്ന് മാത്രമേ NRI സീറ്റിലടക്കം പ്രവേശനം നടത്താൻ പറ്റുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ജെയിംസ് കമ്മിറ്റി ചില മെഡിക്കൽ കോളേജുകൾ നടത്തിയ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് റദ്ദാക്കിയിട്ട് NRI സീറ്റിൽ പോലും ഇന്റർസേ മെറിറ്റ് ഇൻസിസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടി കാണണമെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. കാര്യം ഇതിനു മുമ്പ് NRI സീറ്റിൽ റാങ്ക് ലിസ്റ്റിൽ പോലും ഉള്ളവർക്ക് പോലും പ്രവേശനം ഇതിൻ്റെ അകത്ത് ഉണ്ടായ ഒരു അപാകത ചൂണ്ടിക്കാണിക്കാതിരിക്കാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഒരു കോമൺ കൗൺസിലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ പോവുകയും ഈ കോമൺ കൗൺസിലിംഗ് ഇല്ലാതെ അവർക്ക് പ്രവേശനം നടത്താൻ പറ്റുമെന്ന് അവർക്ക് സ്വന്തമായി കൗൺസിലിംഗ് നടത്താമെന്ന് ഉള്ളൊരു വിധി വരികയും, പക്ഷേ ആ വിധിയെ മറികടക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പരിമിതി മാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല പോസിറ്റീവായ സൂചനകൾ നൽകുന്ന
ഒരു അക്കാഡമിക് വർഷമാണിതെന്ന് പറയേണ്ടി വരും. തീർച്ചയായും ശ്രീ റജി ലൂക്കോസ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ റജി ലൂക്കോസ്, താങ്കളും ഒരു മാധ്യമ പ്രവർത്തകനാണ്, ശ്രീ സാബ്ലു തോമസും ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം നിരീക്ഷിച്ച പല കാര്യങ്ങളുമുണ്ട്. അതിൽ നിന്ന് വേറിട്ട് മറ്റൊരു ഘട്ടത്തിലേക്ക്, അതായത് രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും പരിഭവവും പരാതിയുമില്ല എന്നതാണ് ഞങ്ങളുടെ നയത്തിൻ്റെ നേട്ടം എന്നതാണ് സർക്കാർ ഇന്ന് ഹൈലൈറ്റ് ചെയ്തത്. എങ്ങനെ അതിനെ ഈ ഘട്ടത്തിൽ പരിശോധിക്കാം? അല്ല അജിംഷാ, തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആ സമൂഹത്തിലെ ജനങ്ങൾക്ക് പരാതി ഇല്ലാതെ കൊണ്ട് തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ 100 ദിവസം കൊണ്ട് ഈ സർക്കാരിന് സാധിച്ചു എന്നത് അംഗീകരിക്കാൻ ഇവിടുത്തെ വലതുപക്ഷ വിദ്യാർത്ഥി സമൂഹമോ ഇവിടുത്തെ പ്രതിപക്ഷമോ തയ്യാറാകാത്തത് നിർഭാഗ്യമെന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. ഇന്നെന്താ സംഭവിച്ചത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതായത് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ നടമാടിക്കൊണ്ടിരുന്ന തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ പലതവണ നമ്മുടെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്കും പല രീതിയിലുള്ള മാർച്ചുകളും സമരങ്ങളും നടത്തുകയുണ്ടായി. ചോരപ്പുഴ തന്നെ ഒഴുകിയ നിരവധി അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താ? ഇന്ന് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഈ വിഷയം ഒരു സബ്മിഷനായിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുക്കുകയും കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറെ ഈ കാര്യം ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുമായി സംസാരിക്കാനായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കരാറിൽ നിന്ന് ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള നിസ്സഹായാവസ്ഥ ഗവൺമെന്റുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കോടതിയെ ലംഘിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നമുക്കറിയാവോ 700ഓളം, എനിക്കൊന്ന് ഷിജു ഖാൻ പറഞ്ഞതിനകത്തൊരു തിരുത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 700ഓളം അധികം സീറ്റുകൾ സാധാരണക്കാരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ നേട്ടം. നാം ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ 5 വർഷക്കാലത്ത് അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന് കാര്യമായ ഇടപെടലൊന്നും ഈ വിദ്യാഭ്യാസ മേഖലകളിലോ അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളിലോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. തീർച്ചയായും ശ്രീ റജി ലൂക്കോസ്, അതിലേക്ക് നമുക്ക് പോകാം ആ അടുത്ത ഘട്ടത്തിൽ. തീർച്ചയായും ഷിജു ഖാൻ, ഇത്രയേറെ സീറ്റുകൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി, ശരിയാണ്. തലവരിപ്പണം അടക്കം ഇല്ലാതാക്കി, എല്ലാം സുതാര്യവൽക്കരിക്കുകയും ചെയ്തു, ശരിയാണ്. പക്ഷേ ഇതൊന്നും മെറിറ്റ് സീറ്റിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഫീസ് ഘടന മാറ്റി എന്ന പരാതിയെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കുമെന്ന ചോദ്യത്തിന് ഷിജു ഖാൻ മറുപടി പറയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ മറുപടിയിൽ നിന്ന് പറയാതെ നിന്നതല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ 2002 TMA പൈ കേസിൽ സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നത് സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളെ കർശനമായി നിയന്ത്രിക്കാനോ ആ സ്ഥാപനങ്ങളിലെ ഫീസ് അടിച്ചേൽപ്പിക്കാനോ സർക്കാരിന് കഴിയില്ല എന്ന് 2002 TMA പൈ കേസ് പറഞ്ഞു. 2003 കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിക് അക്കാദമി കേസിൽ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞു. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരു കണക്ക് തെറ്റിയതല്ല. 1550 സീറ്റുകളിൽ 750 സീറ്റുകൾ ഗവൺമെന്റാണ് ആ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോളേജുകളിൽ ഫീസ് അടയ്ക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, UDFന്റെ കാലത്ത് 7 കോളേജുകളിലെ ഒറ്റ സീറ്റ് പോലും ഗവൺമെന്റിന് കിട്ടിയില്ല. ആ കോളേജുകൾ മാറിയുന്നു. കോൺട്രാക്റ്റിൽ ഒപ്പിട്ടാലല്ലേ നമുക്ക് അതിന്റെ വയലേഷൻ പറയാൻ പറ്റൂ. കോൺട്രാക്റ്റിൽ പോലും ഒപ്പിട്ടില്ല. മറ്റൊരു കാര്യം പറയാം, ഇവിടെ യൂത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പല കോളേജുകളും ഓൺലൈനിന്റെ പേരിൽ അട്ടിമറി നടത്തി, ഓൺലൈൻ പ്രവേശനത്തിന്റെ പേരിൽ നടത്തുന്ന നിയമവിരുദ്ധത, അത്തരം കോളേജുകളിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ. എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇത്തരം കോളേജുകളിലേക്ക് മാർച്ച് ചെയ്യുന്നില്ല? അവർക്ക് മാർച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഇവർ ഗവൺമെന്റിന്റെ മുകളിലാണ് ഇതെല്ലാം വെക്കുന്നത്. ഗവൺമെന്റ് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി. എന്തുകൊണ്ട്? ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ 450-ലധികം കുട്ടികൾക്ക് 25,000 രൂപയ്ക്ക് പ്രതിവർഷം പഠിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം, വളരെ ഗുരുതരമായ പ്രശ്നം. ഈ സന്ദർഭത്തിൽ UDFന്റെ കാലത്ത് പാലക്കാട്ടെ ഒരു സ്വകാര്യ കോളേജ്, കണ്ണൂരിലെ ഒരു സ്വകാര്യ കോളേജ്, കേരളത്തിലെ പല ജില്ലകളിലെയും സ്വകാര്യ കോളേജുകൾ എൻട്രൻസിന് മിനിമം മാർക്ക് പോലും ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികൾക്ക് പ്രവേശനം കൊടുത്തു. ഒടുവിൽ 2-3 വർഷം കഴിയുമ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ കുട്ടികളുടെ പ്രവേശനം നിയമപരമല്ല, അത് റദ്ദ് ചെയ്യണം.
ആ കുട്ടികളുടെ അഫിലിയേഷൻ റദ്ദ് ചെയ്ത സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി 2013 സെപ്റ്റംബറിൽ പറഞ്ഞു പല സ്വാശ്രയ കോളേജുകളും നിലവാരം പാലിക്കുന്നില്ല, പൂട്ടണം. അങ്ങനെ പൂട്ടാൻ കോളേജുകൾക്ക് നിർദ്ദേശം കൊടുത്തത് UDF-ന്റെ ഭരണകാലത്താണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം എഞ്ചിനീയറിംഗിന്റെ പ്രവേശന നിലവാരം കൂട്ടുന്നതിന് വേണ്ടി മിനിമം മാർക്ക് നിർബന്ധമാക്കി. UDF-ന്റെ കാലത്ത് പല കോളേജുകളിലെയും മാനേജ്മെന്റ് സീറ്റ് എങ്ങനെയാണ് അവിടെ പ്രവേശനം നടത്തുന്നറിയാമോ? മാനേജ്മെന്റ് സീറ്റുകൾ കൺസോർഷ്യം പരീക്ഷ നടത്തും, തട്ടിപ്പ് പരീക്ഷ. കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൊടുക്കും, ക്വസ്റ്റ്യൻ വിളിച്ചു പറയും. ഇവിടെ കോഴിക്കോട്ടെ ഒരു കോളേജ്, സ്വകാര്യ കോളേജ്, ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ചോർത്തി കൊടുത്തു. പല ജില്ലകളിലും സ്വകാര്യ കോളേജുകൾ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ചോർത്തി കൊടുത്ത് 80 ലക്ഷം രൂപ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി പ്രവേശനം കൊടുത്തു. ഇപ്പോൾ ക്യാപിറ്റേഷൻ ഫീ വാങ്ങാൻ പറ്റുമോ കേരളത്തിൽ? എൻ്റെ സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു ഫീസ് വർധനവ്. ശരിയാണ്, അത് സമ്മതിക്കാം. പക്ഷേ 60, 70, 80 ലക്ഷം രൂപ കൊടുത്ത് ക്യാപിറ്റേഷൻ ഫീ വാങ്ങാൻ എല്ലാ അനുവാദം കൊടുത്തത് UDF-ന്റെ കാലത്താണ്. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചപ്പോൾ ഞാനും അദ്ദേഹവും ഒക്കെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. UDF-ന്റെ കാലത്ത് ക്യാപിറ്റേഷൻ ഫീ സർവ്വസാധാരണമായിരുന്നു. ഞാൻ പറയുന്നത് ഇത്തരം ക്യാപിറ്റേഷൻ ഫീ, വിദ്യാഭ്യാസ കച്ചവടം, ഇതിനെതിരെ കേരളീയ പൊതുസമൂഹം ശബ്ദിക്കണം. ഇനി കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിയമനിർമ്മാണം ഈ മേഖലയിൽ നടത്തണം. 2002 TMA പൈ കേസ്, അതിനുശേഷം 2003 ഇസ്ലാമിക് അക്കാദമി കേസ്, സ്വാശ്രയ കോളേജുകൾക്ക് കൊടുത്ത അമിതാധികാരം, അത് തടയുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസാക്കണം. ശ്രീ AK ആന്റണി, യൂത്ത് കോൺഗ്രസ്സുകാർ മറന്നുപോകരുത്. തിരുവനന്തപുരത്ത് സമരം നടത്തുമ്പോൾ അവരൊന്ന് സ്വയം തിരിഞ്ഞു നോക്കണം. ശ്രീ AK ആന്റണി തുറന്നുവിട്ട ദുർഭൂതം അതല്ലേ സ്വാശ്രയ കോളേജുകൾ. ഇപ്പോൾ 3 വർഷത്തേക്ക് UDF-ന്റെ ഭരണകാലത്ത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിലുള്ള കോളേജുകൾക്ക് 3 വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കരാറുണ്ടോ? ഓരോ വർഷമല്ലേ കരാർ ഒപ്പിടേണ്ടത്? അതല്ലേ സുപ്രീം കോടതി പറഞ്ഞത്? പക്ഷെ അത്തരം ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ പോലും ഈ ഗവൺമെന്റ് കരാറിന്റെ ഭാഗമായി കൊണ്ടുവന്നു. ന്യൂനപക്ഷ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസ കച്ചവടം നടത്താൻ അനുവദിക്കില്ല. അതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ. വലിയ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യമാണ് ശ്രീ രോഹിത്. അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് 3 വർഷത്തിലെ കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭാഗമായി നിൽക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഈ സമരം നടത്താനാകും? 1. 2, അമൃത യൂണിവേഴ്സിറ്റി അടക്കം, അമൃത സർവകലാശാല, ഡീംഡ് സർവകലാശാല അടക്കമുള്ളവർക്കെതിരെ സർക്കാർ ഇന്ന് കോടതിയിൽ, പിണറായി വിജയൻ സർക്കാർ ഇന്ന് കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ആ കോളേജിലേക്ക് ഒരു മാർച്ച് നടത്താൻ നിങ്ങൾക്കാകുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമായ സമരം മാത്രമാണ് നിങ്ങളുടേത് എന്ന് പരിമിതപ്പെടുത്തി കാണണം എന്ന വിമർശനവുമുണ്ട്. ഇതിന് രണ്ടിനും രോഹിത് മറുപടി പറയും. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖല ആത്മാർത്ഥമായിട്ട് പറയാം, AK ആന്റണിയുടെ സമയത്ത് 50:50, 2 സ്വാശ്രയ കോളേജുകൾ സമം ഒരു ഗവൺമെൻറ് കോളേജ് എന്ന നയപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് കോളേജുകൾ കടന്നു വരുന്നത്. അങ്ങനെ ഗവൺമെന്റ് എടുത്ത നമ്മുടെ നാട്ടിലെ 50-50 എന്നതിലേക്ക് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതാണ് അതിനെ എങ്ങനെയാണ് വ്യവസ്ഥയിൽ എത്തിയതെന്ന് പിന്നീട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും എഞ്ചിനീയറിംഗ് പോകുമ്പോൾ അവർ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പറ്റാവുന്ന സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 50:50 എന്ന് പറയുന്ന സ്വാശ്രയ നയം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുവരുന്നത്. പക്ഷെ ആ നയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ മാനേജ്മെന്റുകളും അതാത് കാലഘട്ടങ്ങളിൽ വന്ന കോടതി വിധികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അട്ടിമറിക്കപ്പെട്ടു. അവർക്ക് തോന്നിയ രീതിയിൽ അവർ ഫീസ് മേടിച്ചു. അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്ന് ഷിജുഖാൻ ആരോപിക്കുമ്പോൾ തന്നെ MA ബേബി കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ഈ സ്വാശ്രയ മാനേജ്മെന്റുകളെ എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി നയം രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആ നയം വിജയിച്ചോ? അങ്ങനെ ഒരു സ്വാശ്രയ നയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ നയം എവിടെ എത്തിയില്ല. അപ്പൊ ഇടതു വലത് മുന്നണികളെല്ലാം തന്നെ ഈ സ്വാശ്രയ മുതലാളിമാരെ ആ നയത്തിന്റെ ആത്യന്തിക ഫലമല്ലേ ആന്റണി ഉണ്ടാക്കിയ 50-50 എന്ന അനുപാതം കൃത്യമായ രീതിയിലേക്ക് നടപ്പാക്കാനെങ്കിലും ആയത് എന്നതിലേക്ക് എത്തണ്ടേ? ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇപ്പൊ ഞാൻ MA ബേബിയുടെ കാലഘട്ടത്തിൽ ഈ മാനേജ്മെന്റിനെ നിയന്ത്രിക്കാൻ പറ്റിയോ? ഇപ്പൊ ഷിജുഖാൻ ഇവിടെ ചോദിച്ചു, യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് അല്ലെങ്കിൽ KSU എന്തുകൊണ്ട് കോളേജുകളിലേക്ക് ക്യാപിറ്റേഷൻ ഫീസ് പഠിക്കുന്ന അല്ലെങ്കിൽ അമിതമായി ഫീസ് പഠിക്കുന്ന കോളേജിൽ സമരം നടത്തുന്നില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ അങ്ങനെ ഫീസ് മേടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുത്തത് ആരാ? ഈ ഗവൺമെന്റ് അല്ലേ? സെപ്റ്റംബർ 1-ാം തീയതി അർദ്ധരാത്രി ഈ മാനേജ്മെന്റുകളെ അമിതമായി ഫീസ് മേടിക്കുന്ന ഈ മാനേജ്മെന്റുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയത് ആരാ? ഈ സർക്കാരല്ലേ? അപ്പൊ സ്വാഭാവികമായും SFIക്ക് ഈ സമരത്തെ ഡൈവേർട്ട് ചെയ്യണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർക്കാരിന് എതിരെ വരുന്ന സമരത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മാനേജ്മെന്റുകളാണ് പ്രശ്നക്കാർ, അതുകൊണ്ട് ഞങ്ങൾ മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പൊതുസമൂഹത്തെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ മാനേജ്മെന്റിന് അനുകൂലമായി ഫീസ് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? ഇവരല്ലേ? ഈ ഗവൺമെന്റ് ആണ്. 100 ദിവസമായി അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ആണ്. ഒരു കാര്യം കൂടി പറയട്ടെ.
ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നിലപാടിന്റെ ഭാഗമായിട്ടൊന്നല്ല കേരളത്തിൽ 100% സീറ്റിൽ മെറിറ്ററി സ്ഥാനത്ത് പ്രവേശനം നടത്തപ്പെട്ടത്. സുപ്രീം കോടതിയുടെ എല്ലാം കർശനമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ട്, സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ട്. അവർ വളരെ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ മുകളിൽ അങ്ങനെ ഒരു സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ശക്തമായി നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോൾ ഇത് ഇവരുടെ മേന്മയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു ചോദ്യം, അപ്പോൾ ഇത് മേന്മയാണ് എന്ന് രോഹിത് അംഗീകരിക്കുന്നു? എങ്ങനെ ഇത് മേന്മയാണ്? ഇത് ആരുടെ മേൽ കെട്ടിവെക്കാനും അത് മേന്മ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ കൊണ്ടുവന്ന ഒരു നയമാണെന്ന് പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഒപ്പിട്ട 3 വർഷ കരാർ, ഞാൻ പറയട്ടെ, അല്ല രോഹിത് പറയട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട 3 വർഷത്തെ കരാർ കൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് ക്രിസ്ത്യൻ മാനേജ്മെന്റിലേക്ക് ഇടപെടാനാകുന്നില്ല എന്ന പരിമിതി ഉണ്ടാക്കിയത് ആര്? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സ്വാശ്രയ നയത്തിന്റെ ചില പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാനേജ്മെന്റുകൾ കോടതി വിധി സമ്പാദിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഷിജുഖാൻ ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം സോറി. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ഷിജുഖാൻ നേരത്തെ രോഹിത് ഉയർത്തിയതുപോലെ ഒരുപക്ഷെ രോഹിത് ഈ 3 വർഷത്തെ കരാറിന്റെ കാര്യത്തിൽ രോഹിത്തിന് അത് പഴുതുകൾ തന്നെയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, മാനേജ്മെന്റുകൾ കോടതി വിധിയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവേശനം നടത്തിയിട്ടുണ്ട്. ആ പ്രവേശന നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴും അവർക്കും അത് നിർത്തലാക്കാൻ സാധിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ തുടർന്നിട്ടുണ്ട്. അതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൽ അവർ പ്രതീക്ഷിച്ചു, പക്ഷെ അത് നിങ്ങൾ നൽകിയില്ലെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും 2011 കേരളത്തിൽ അധികാരത്തിൽ വന്ന ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തി. ഈ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു പൊതു നിയമം കൊണ്ടുവരുമെന്നും സ്വാശ്രയ കോളേജുകളെ പിന്നെ വരുതിക്ക് നിർത്തുമെന്നുമുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം നടത്തിയത്. പക്ഷേ 5 കൊല്ലവും ഈ പ്രഖ്യാപനത്തെ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അടിസ്ഥാന യോഗ്യത പോലുമില്ലാത്ത കുട്ടികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഇപ്പോഴും നിൽക്കുകയാണ്, അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത കുട്ടികൾ ആ കോളേജുകളിൽ പഠിച്ചു, അവരുടെ അഫിലിയേഷൻ റദ്ദ് ചെയ്യപ്പെട്ടു. അങ്ങനെ നിരവധി പരാതികൾ കേരളത്തിലെമ്പാടും വ്യാപകമായി. തീർച്ചയായും മെറിറ്റിന്റെ ലംഘനമാണ്. പല കോളേജുകളും ഈ കരാറിൽ ഒപ്പിടാതെ വരുമ്പോൾ സംഭവിക്കുന്ന വേറൊരു സാമൂഹ്യ പ്രശ്നം, റിസർവേഷൻ സീറ്റുകൾ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഈ രാജ്യം അംഗീകരിച്ചു കൊടുത്ത നിയമപരമായ പഠനാവകാശം, അത് ഈ കോളേജുകളിൽ 100 കണക്കിന് സീറ്റുകൾ കോൺട്രാക്ടിന്റെ പരിധിയിൽ വരാതിരിക്കുമ്പോൾ അവിടെ പ്രവേശനമില്ല. പക്ഷേ ഇപ്പോൾ കോൺട്രാക്ട് വരുമ്പോൾ തീർച്ചയായും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രവേശനം ഉറപ്പുവരുത്തുകയാണ്. അത് സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം നീക്കങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്നത്. ഇനി മറ്റൊരു വിഷയം പറയാം. നേരത്തെ ശ്രീ രോഹിത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കി മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ്, അതുപോലെ മറ്റു ചില കോളേജുകൾ എന്തുകൊണ്ടത് നടപ്പിലായില്ല എന്ന് UDFന്റെ ഗവൺമെന്റ്, ആരോഗ്യമന്ത്രി ബഹുമാനനായ VS ശിവകുമാർ അദ്ദേഹം ഭരണത്തിന്റെ ഒരു അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ചില പ്രഖ്യാപനം നടത്തി. കോളേജുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ ആശുപത്രിയുടെ ബോർഡ് മാറ്റി അവിടെ മെഡിക്കൽ കോളേജ് വെക്കും, മെഡിക്കൽ കോളേജ് ബോർഡ് വെക്കും. അതെങ്ങനെയാ ജനറൽ ആശുപത്രിയുടെ ബോർഡ് മാറ്റിയ മെഡിക്കൽ കോളേജ് വരുന്നത്? മെഡിക്കൽ കോളേജ് വരാൻ അവിടെ അധ്യാപകരെ നിയമിക്കണം, മെഡിക്കൽ കോളേജ് വരാൻ അവിടെ അടിസ്ഥാന സൗകര്യം വേണം, ദേശീയ തലത്തിലുള്ള ലബോറട്ടറി സൗകര്യം വേണം, ദേശീയ തലത്തിലുള്ള ഫാക്കൽറ്റി വേണം. ഇതൊന്നും ഈ പറയുന്ന പല കോളേജുകളിലും ഇല്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ശക്തമായി ഇടപെട്ടു. UDF ഭരിക്കുമ്പോൾ ആലപ്പുഴ, എനിക്കറിയാം, ഞാൻ ആ സമരത്തിൽ പങ്കെടുത്താണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. എൻട്രൻസിലെ ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടുന്ന കുട്ടികൾ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു കോളേജാണ്. ആ കോളേജിൽ നിന്ന് കുറേ അധ്യാപകരെ കൊണ്ട് കേരളത്തിൽ മറ്റൊരു പുതിയ കോളേജ് തുടങ്ങി അവിടെ അധ്യാപകരെ നിയോഗിച്ചു. അപ്പോൾ അവിടെയും ആവശ്യത്തിന് അധ്യാപകരില്ല, ആലപ്പുഴയിലും ഇല്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മികച്ച കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അവിടെ നിന്ന് കുറേ അധ്യാപകരെ എടുത്ത് വടക്കൻ ജില്ലയിലെ മറ്റൊരു മെഡിക്കൽ കോളേജിലിട്ടു. അവിടെയും പിന്നെ ആവശ്യത്തിന് അധ്യാപകരില്ല, ഇവിടെയും ഇല്ല. അങ്ങനെ തട്ടിക്കൂട്ട് മെഡിക്കൽ കോളേജുകൾ, അത് അംഗീകരിക്കാൻ അക്കാദമിക് രംഗത്തെ ആർക്കും കഴിയില്ല, അത് പൊതുസമൂഹത്തിന് കഴിയില്ല. മെഡിക്കൽ കോളേജിന്റെ അന്തരീക്ഷവും അതിന്റെ നിലവാരവും അധ്യാപകരും ഉണ്ടാവണം. അല്ലാതെ ആരോഗ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളപ്പോൾ തുടങ്ങിയിട്ട് പോകാൻ, ശിലാസ്ഥാപനം നടത്തിയിട്ട് പോകാനുള്ള സ്ഥാപനങ്ങളല്ല മെഡിക്കൽ കോളേജ്. അത് ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീർച്ചയായും രോഹിത്, അതാണ്, അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹിക ക്ഷേമവും സാമൂഹിക നീതിയും ഒക്കെ ഉറപ്പാക്കാനുള്ള വലിയ സാധ്യതകൾ മുന്നിലുണ്ട്. ഫീസ് വർധനവ് എന്ന ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറിയാൽ, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തി മാനേജ്മെൻറ്റുകളെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് കോടതിയിൽ വലിയ തിരിച്ചടികളുണ്ടാകും. ആ തിരിച്ചടിയിലേക്ക് പോകാതെ വിദ്യാഭ്യാസ രംഗത്ത് സംരക്ഷിച്ചു എന്നതാണ് സർക്കാർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഏറ്റവും വലിയ പോയിന്റ്. അതിന് നിങ്ങളുടെ പക്ഷത്തുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ്, ഒരു തെളിവാണ് ക്രിസ്ത്യൻ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് 3 വർഷത്തേക്കുള്ള കരാർ ഉമ്മൻചാണ്ടി സർക്കാർക്ക് എങ്ങനെ ഒപ്പിടാനായി?
അങ്ങനെ ഒപ്പിട്ട ഉമ്മൻചാണ്ടി സർക്കാരിന് എങ്ങനെ ധാർമ്മികമായി ഈ വിഷയങ്ങളിൽ ഇടപെടാനാകും? KSUവിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ ഇടപെടാനാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്ന രോഹിത്. അതിനും രോഹിത് ഇപ്പോഴും മറുപടി പറയുന്നില്ല. അല്ല, ഇതിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇപ്പോൾ ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വലിയ രീതിയിൽ ഉയർത്തി കാണിക്കുന്നത് മെറിറ്റ് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ്. മെറിറ്റ് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ 1,80,000 രൂപ ഉണ്ടായിരുന്ന മെറിറ്റ് സീറ്റിലെ ഫീസ് 2.5 ലക്ഷം രൂപയാകുമ്പോൾ ഇത്രയും കൂട്ടപ്പെട്ട മെറിറ്റ് സീറ്റിലെ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് 2.5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ തുടക്കത്തെ പറഞ്ഞ പോലെ ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഇവിടെ നടത്തി. ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് തൊട്ട് ആരോഗ്യമന്ത്രി പറയുകയാണ്, കേരളത്തിൽ UDFന്റെ ഭരണകാലത്ത് തുടങ്ങിയത് മുഴുവൻ തട്ടിക്കൂട്ട് മെഡിക്കൽ കോളേജുകളാണ്. ബോർഡ് കൊണ്ടുവച്ചാണ്, ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് വെച്ചതെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ സ്വാശ്രയ മെഡിക്കൽ അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കുറേ വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്നു. പക്ഷേ ആ നടക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമോ ഒരു ബദലോ പറയുവാൻ ഒരു ഗവൺമെൻറ്റിനും സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 7 മെഡിക്കൽ കോളേജുകൾ ഗവൺമെൻറ് മേഖലയിൽ തുടങ്ങുകയാണ്, പ്രൈവറ്റ് മേഖലയിലല്ല. 7 മെഡിക്കൽ കോളേജുകൾ ഗവൺമെൻറ് മേഖലയിൽ തുടങ്ങിക്കൊണ്ട് ഈ ഗവൺമെൻറ് പറയുകയാണ്, അവിടെ മെഡിക്കൽ സീറ്റിന് ഗവൺമെൻറ് മെറിറ്റിൽ ഗവൺമെൻറ് ഫീസിൽ പഠിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 7 മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ കാലത്തിൽ ആരംഭിച്ചു. ഹരിപ്പാട് മെഡിക്കൽ കോളേജ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതോടൊപ്പം തന്നെ 7 എണ്ണം നമ്മുടെ പബ്ലിക് സെക്ടറിൽ ആരംഭിച്ചു എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. കാര്യം പറയട്ടെ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഷിജു ഖാൻ പറഞ്ഞല്ലോ, ഇവിടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഇതിന് അംഗീകാരം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അംഗീകാരം വേണ്ട എന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് ഇവർ. ഇടുക്കിയിൽ അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന ഒരു കോളേജ് വേണ്ട എന്ന് ഇവർ പറഞ്ഞു. പാരിപ്പള്ളിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കോളേജിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യം പോയി നോക്കി കണ്ടാൽ അറിയാം, മെഡിക്കൽ കോളേജുമായി മുന്നോട്ട് പോകാൻ സാധിക്കും, അത് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ തുടങ്ങിയ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാം തുടങ്ങിയത് പ്രാഥമിക സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് വളർന്നത്. അതായത് ഇത്തരത്തിലൊരു വലിയ കാര്യം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതായത് നിയമത്തിൻ്റെയും ഒക്കെ അവകാശങ്ങളുടെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വലിയ സാധ്യതകൾ ഉപയോഗിച്ച് മാനേജ്മെൻറ്റ് ഈ കരാറിൽ നിന്നും കുതറി മാറാനുള്ള ഒരു സാധ്യതയാണ് സർക്കാർ ബ്ലോക്ക് ചെയ്തത്. അതിനാണ് ഈ ഫീസ് വർധനവ് എന്ന ദുർഭൂതം കൊണ്ട് ബാക്കിയുള്ള ഭൂതത്തെ ഒക്കെ പിടിച്ചു കിട്ടാനായി എന്ന സർക്കാർ വാദത്തെ നമുക്കെങ്ങനെ വിലയിരുത്താം? ഇതിൻ്റെ അകത്തിന് 1-2 കാര്യങ്ങളുണ്ട്. ഈ ഫീസ് വർധന എന്നുള്ള ഒരു അപാകത സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുള്ളത്, നേരത്തെ ഷിജു ഖാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 7 മെഡിക്കൽ കോളേജുകൾ കരാർ ഒപ്പിട്ടില്ല എന്ന് മാത്രമല്ല അവർ തന്നെ ഫീസ് നിശ്ചയിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ 2002 മുതൽ എങ്കിലും കേട്ടു തുടങ്ങിയതാണ് ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ആ കേന്ദ്ര നിയമം ഈ 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി അതിനൊരു നിയമ പരിരക്ഷ കൊടുക്കുന്നതിലും. UDF ഭരണകാലത്ത് കേന്ദ്രത്തിൽ UPA അധികാരത്തിലിരുന്നു, വന്ന് കേന്ദ്ര നിയമം കൊണ്ടുവരാൻ വന്നില്ല. 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ബേബിയുടെ നിയമം പോലെ പോവില്ലായിരുന്നു. 9th ഷെഡ്യൂളിന് കുറേ പരിരക്ഷകളുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നും കൂടി മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഫീസ് വർധന മാത്രമല്ല അതിൻ്റെ വിഷയം, ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ചെയ്തില്ല എന്നതാണ്. ഒരുപാട് വശങ്ങളുണ്ട്. ആ വശങ്ങളെയൊക്കെ തൃപ്തിപ്പെടുന്ന തരത്തിൽ, അതായത് ശ്രീ റെജി ലൂക്കോസ്, ഇത്തരത്തിലൊരു വലിയ വിശാലമായ രീതിയിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചായക്കട വർത്തമാനത്തിൽ പറയുന്ന മറുപടി പോലെ ആവില്ല. ഫീസ് വർദ്ധിച്ചു, എങ്ങനെ മെറിറ്റിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാനാകും എന്ന ലോജിക്ക് അവിടെ മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത വിധമുള്ള ഒരുപാട് സാമൂഹിക അന്തരീക്ഷങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. അതിനെയൊക്കെ പരമാവധി ലഘൂകരിച്ച് ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്ന സർക്കാർ വാദത്തെ നമ്മൾ അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ അത് ചർച്ചയ്ക്കെടുത്താൽ, നിഷ്പക്ഷമായി തന്നെ ചർച്ചയ്ക്കെടുത്താൽ ഇവരുടെ സമരം രാഷ്ട്രീയമായി മാത്രമാണ് എന്ന് പറയും. 9th ഷെഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞു. 1. 2. ക്രിസ്ത്യൻ ഫെഡറേഷനുമായി ഉമ്മൻചാണ്ടി സർക്കാർ 3 വർഷത്തേക്ക് ഒപ്പിട്ട കാര്യം പറയുന്നു. ഇതൊക്കെ ചെയ്ത് ഇവർക്ക് ധാർമ്മികമായി എന്ത് അവകാശം കൂടിയുണ്ട് എന്ന ചോദ്യവും ബാക്കിയാകുന്നില്ലേ? തീർച്ചയായിട്ടും ധാർമ്മികമായി ഒരു സമരം നടത്താനുള്ള യാതൊരു അവകാശവും UDF-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും ഇല്ല. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം, നമ്മളുടെ പ്രതിപാദിക്കാത്തൊരു കാര്യമുണ്ട്. NRIസിൻ്റെ തലവരിപ്പണത്തെക്കുറിച്ചുള്ള ക്യാപിറ്റേഷൻ ഫീസിനെ കുറിച്ചുള്ള
നേരത്തെയുള്ള ഗവൺമെൻറ് ഏതാണ്ട് 1 കോടി രൂപ വരെ പിന്നെ വാങ്ങിക്കാനായിട്ട് മൗനാനുവാദം കൊടുത്തിരുന്നു. പല കോളേജുകളിലും തീവെട്ടിക്കൊള്ളായിരുന്നു. ഷിജുഖാൻ പറഞ്ഞത് കറക്റ്റാണ്. എൻട്രൻസ് ടെസ്റ്റ് പോലും എഴുതാതെ സ്വന്തമായ രീതിയിൽ കുട്ടികളെ അഡ്മിഷൻ കൊടുത്തിരിക്കുന്ന പല കോളേജുകളും കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് എന്താണ് ആ കരാറിൽ വന്നിരിക്കുന്നത്? 9 മുതൽ 15 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ആ സെക്ടറിൽ നിന്നും വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട രോഹിത് ആരോപിക്കുന്ന ഒരു കാര്യം അടിസ്ഥാനരഹിതമാണ്. എന്താണ്? ഫീസ് വർധന ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ രോഹിതേ, കാലാനുസൃതമായിരുന്നുള്ള ചെറിയൊരു വർധന ഒരു ഗവൺമെൻറ് ഈ സ്ഥാപനം നടത്തുന്ന മാനേജ്മെന്റുകൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? 2-3 വർഷങ്ങൾക്ക് ശേഷമുള്ള ചെലവാണ് ഇപ്പോൾ കേരളത്തിലെ ഏത് സെക്ടറിൽ എടുത്താലും ഏത് ബിസിനസ് സ്ഥാപനം എടുത്താലും ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ ഒന്നും ഒരു കാരണമായിട്ട് ലോജിക്കുണ്ട് തീർച്ചയായും. അതായത് 10% വരെയുള്ള വർധനവായിരുന്നു എങ്കിൽ അംഗീകരിക്കാം. ഇത് 10% വരെ അല്ല എന്ന ലോജിക്കാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. തീർച്ചയായും അത് ചർച്ച ചെയ്തേ പറ്റൂ. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ വാങ്ങിച്ചിരിക്കുന്ന മറ്റ് ഭീമമായിട്ടുള്ള തുകകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ചെലവുകൾ ഭീമമായി വർദ്ധിച്ചപ്പോൾ അതിനെ ആ രീതിയിൽ ഗവൺമെന്റ് ഉൾക്കൊണ്ടു എന്നല്ലാതെ കണ്ട് വിദ്യാർത്ഥികളുടെ മേൽ അമിതമായിട്ടുള്ളൊരു ഭാരം അടിച്ചേൽപ്പിക്കാനായിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതായത് തലവരിപ്പണത്തിലൂടെ വലിയ സംഖ്യകൾ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വർധനവിലേക്ക് എത്തിയത്. എല്ലാം സുതാര്യമാക്കി എന്നതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹം പറഞ്ഞ നിരീക്ഷണം. തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഷിജു ഖാൻ, അതായത് വലിയ രീതിയിലുള്ള തലവരിപ്പണം ഒഴിവാക്കുന്ന ഘട്ടത്തിൽ മാനേജ്മെൻറ്റുകളെയൊക്കെ ഈ സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലൊരു നീക്കം അനിവാര്യമാണ്. പക്ഷേ അപ്പോഴും ശ്രീ രോഹിത് ചോദിച്ചതിലെ ഒരു യുക്തി അവിടെ തടസ്സമാകുന്നത് ഇങ്ങനെയാണ്. അതായത് മെറിറ്റ് സീറ്റുകൾ കൂടിയെന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ ആ മെറിറ്റ് സീറ്റുകൾ കൂടിയെങ്കിൽ ആ കൂടിയ വിദ്യാർത്ഥികൾക്ക് ഫീസ് കൊടുത്ത് എത്താൻ സാധിക്കാത്ത സാഹചര്യവും നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു. അങ്ങനെ അതിനുള്ള മറുപടി എന്ത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ പിന്നെ 207 സീറ്റുകൾ BPL സീറ്റായിരുന്നു UDFന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. അത് കൂടുതൽ കോളേജുകളെ കോൺട്രാക്റ്റിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നതോടെ 484 സീറ്റായി അത് വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. സ്വാഭാവികമായും അത്രയധികം കുട്ടികൾക്ക് ഒരു വർഷം 25,000 രൂപ ഫീസിൽ പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. ഫീസ് വർധനവെന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാതെയും ഇത് പരിഗണിക്കാതെയും പോകാൻ പറ്റില്ല. 25,000 രൂപയ്ക്ക് പഠിക്കാൻ 200-ലധികം ഏകദേശം 250-ഓളം കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. 1550 സ്വാശ്രയ കോളേജുകളിലെ സീറ്റിൽ 750 സീറ്റ് ഗവൺമെന്റാണ് അലോട്ട് ചെയ്യുന്നത്. ആ 750 സീറ്റ് UDFന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇരട്ടിയിലധികം 750 സീറ്റായി ഇപ്പോൾ വർദ്ധിച്ചു. അത് പൂർണ്ണമായും അലോട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് എൻട്രൻസ് ലിസ്റ്റിൽ നിന്ന് ഗവൺമെന്റാണ്. അത് ആ സീറ്റിലേക്കുള്ള ഫീസ് ഘടന അതൊരു വർധന ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ അത് പറയുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യം, കരാർ ഒപ്പിട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 10-20 കോളേജുകൾ ആ കരാറിന്റെ പരിധി വന്നു. ആകെ മെറിറ്റ് സീറ്റ് വർദ്ധിച്ചു. 25,000 രൂപയ്ക്ക് പഠിക്കാൻ കഴിയുന്ന സീറ്റുകൾ ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങാൻ പറ്റില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് രോഹിത്തൊക്കെ യോജിക്കേണ്ട ഒരു മേഖലയാണ്. ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങാൻ പറ്റില്ല. കാരണം ഈ സീറ്റുകളിലേക്കെല്ലാം പ്രവേശനം മാനേജ്മെന്റ് ആണെങ്കിലും ആ സീറ്റുകളിലേക്കുള്ള പ്രവേശനം നീറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇത്തവണ തന്നെയാണ് സംഭവിച്ചത്. അത് ഞാൻ സമ്മതിക്കുന്നു. കഴിഞ്ഞ തവണ നീറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നീറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവേശനത്തിൽ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി എന്നുള്ള ഗുരുതരമായ പരാതികൾ വന്നിട്ടില്ല. ജെയിംസ് കമ്മിറ്റി ഇത് പരിശോധിക്കുകയാണ്. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ആണോ അഡ്മിഷൻ നടക്കുന്നത്? ഞാൻ പറയാം, ശ്രീനാരായണ കോളേജ്, അതുപോലെ തന്നെ കരുണ കോളേജ്, കേരളത്തിലെ പല കോളേജുകളും ഓൺലൈൻ അപേക്ഷിക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുത്തില്ല, സമയപരിധി നീട്ടിക്കൊടുത്തില്ല. പല കുട്ടികളും അപേക്ഷ കൊടുത്തപ്പോൾ നിസാര കാരണം പറഞ്ഞുകൊണ്ട് ആ അപേക്ഷകൾ റിജക്ട് ചെയ്തു. ജെയിംസ് കമ്മിറ്റി ശക്തമായി ഇടപെട്ടു. നിങ്ങൾ ആ പരാതികൾ പരിഗണിക്കണം, ആ ലിസ്റ്റ് എടുക്കണം, അതിനുശേഷം ആ കുട്ടികളെ ആ ലിസ്റ്റിന്റെ പരിധി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശക്തമായി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും കേരള ഗവൺമെന്റും ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് അത് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മയും മെറിറ്റും സാമൂഹ്യ നീതിയും സംരക്ഷിക്കാൻ ഉതകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ് രോഹിത്. അതായത് നീറ്റൊക്കെ അവിടെ ഇരിക്കും, അത് നീറിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതൊന്നുമല്ല, ജെയിംസ് കമ്മിറ്റി അടക്കമുള്ളവരുടെ ഇടപെടൽ നേരത്തെ പറഞ്ഞില്ലേ, കരുണ കോളേജ്, ശ്രീനാരായണ കോളേജിലൊക്കെ അത് കണ്ടതാണ്. അത്തരത്തിൽ ഇടപെടാനുള്ള ഒരു രാഷ്ട്രീയ ആർജവം ഈ സർക്കാർ കാണിച്ചതിനെ എന്തിന് നിങ്ങൾ വിസ്മരിക്കണം? മെറിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം മുന്നോട്ട് വെച്ചിട്ട് പിറകിലൂടെ മാനേജ്മെന്റുകൾക്ക് തലവരി പണവും അതുപോലെ തന്നെ വൻ ഫീസ് മേടിക്കാനുള്ള സൗകര്യമാണ് ഈ കരാറിലൂടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷിജു ഖാൻ പറഞ്ഞത് 25,000 രൂപയായിരുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മെറിറ്റ് സീറ്റിൽ
ഈ പറഞ്ഞ 20% വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന്. അതെ. ഷിജുഖാനെ അത് കഴിഞ്ഞ 2012, 13 25,000 ആയിരുന്നു, 13, 14 25,000 14, 15 25,000 ആയിരുന്നു, 2015, 16 അവസാന ഘട്ടത്തിൽ 25,000 ആയിരുന്നു. ഇത് പുതിയതായിട്ട് ഗവൺമെന്റ് കൊടുക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ, രോഹിത് പറയുന്നത് സമ്മതിച്ചു. പക്ഷേ കരാർ ഒപ്പിടാത്ത കോളേജുകൾ 100 കണക്കിന് സീറ്റുകൾ പുറത്തല്ലേ? 6-7 കോളേജ് കരാർ ഒപ്പിട്ടില്ല. ആ കോളേജിലെ ഒരു സീറ്റും 25,000 രൂപയ്ക്ക് പഠിക്കാൻ അവസരമില്ല. ഇനി ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ ഈ പറഞ്ഞ 4 ലക്ഷം രൂപ കുടിച്ച് പഠിക്കാൻ വിധിക്കപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇപ്പോ ഒരു കുട്ടി പഠിക്കാൻ ചെന്നാൽ അത്തരം കോളേജുകളിൽ 25,000 രൂപ വാങ്ങിയേ പറ്റൂ. നിർബന്ധമാണ്. അങ്ങനെയുള്ള കരാർ ആരൊപ്പിട്ടു? അത്തരം ഒരു കരാറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പൊ കൊണ്ടുവന്ന കരാർ. തീർച്ചയായും. അതായത് മെഡിക്കൽ, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കാലത്ത് ഒപ്പിട്ടത് UDF സർക്കാർ. അവർക്ക് 4 ലക്ഷത്തിന് പഠിക്കാനാകുന്നു, ഇവർക്ക് 20%-ആണെങ്കിലും 25,000 പഠിക്കാനാകുന്നു എന്ന വലിയ നേട്ടം. ഒരു പ്രധാന രോഹിത് പറയാതെ പോയ ഒരു പ്രധാന പ്രശ്നം കാര്യം, ഈ കഴിഞ്ഞ കാലത്ത് ഈ 7 കോളേജുകൾ എന്തുകൊണ്ടാണ് കരാറിൽ നിന്ന് വിട്ടുനിന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അവർ പറഞ്ഞൊരു കാര്യം എന്താണ്, ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ നിങ്ങൾ ഏകീകൃത ഫീസ് അനുവദിക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് കൂടെ ഏകീകൃത ഫീസിൽ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു പറ്റില്ല, അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുമായിട്ടുള്ള കരാർ ഉണ്ടാക്കിപ്പോയി, ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ 7 കോളേജുകൾ വന്നപ്പോഴും ആദ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഏകീകൃത ഫീസാണ്, ഞങ്ങൾക്ക് ഏകീകൃത ഫീസ് വേണം. പക്ഷേ അവർ ഗവൺമെൻറ് നെഗോഷിയേറ്റ് ചെയ്ത് അവരെ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരാൻ ഉള്ളൊരു ആർജവം കാണിച്ചു. അത് കാണാതെ പോകരുത്. ഞാൻ മറ്റ് ചില കാര്യങ്ങളിൽ നമ്മൾ പറയുമ്പോഴും കാര്യം, സുപ്രീം കോടതിയിൽ കോമൺ കൗൺസിലിംഗ് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായൊരു വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മറികടക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഈ ഒരു കാര്യത്തിൽ ഒരു ആർജവം കാണിച്ചു എന്നുള്ളത് കാണാതെ പോകരുത്. കാര്യം ഏകീകൃത ഫീസല്ല, ഡിഫറൻഷ്യൽ ഫീസിലേക്ക് അവർ കരാറിൽ വന്നു. വ്യത്യസ്തമായ ഫീസ് മാനേജ്മെന്റ് സീറ്റിലും മെറിറ്റ് സീറ്റിലും എന്നുള്ള ഇതിലേക്ക് അവർ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏകീകൃത ഫീസ് ഇല്ലെങ്കിൽ കരാറിലേക്ക് വരില്ല എന്ന് പറഞ്ഞ കോളേജുകളാണ്. അങ്ങനെ ഏകീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായി. പക്ഷെ അവിടെയും തടസ്സമായി നിൽക്കുന്നവർ ക്രിസ്ത്യൻ ഫെഡറേഷൻ ആണെങ്കിൽ ആ കരാറിന് ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് കാണിച്ച് ഇപ്പോഴും മറ്റ് മാനേജ്മെന്റുകൾക്ക് നിൽക്കാനുള്ള അവസരത്തെ കൂടി ഈ സർക്കാർ മറികടന്നു. അത് നേട്ടമായി കാണണോ? തീർച്ചയായിട്ടും നേട്ടമായി കാണണം. കാരണം കേട്ടുകേൾവി പോലും ഇല്ലാതെ 3 വർഷത്തേക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് അവർ ഫീസിൻ്റെ എന്താ പറയുക കളക്ട് ചെയ്യാനുള്ള അവകാശം എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുത്തത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വലിയൊരു അപാകത തന്നെയായിരുന്നു. അതിനാണ് ഇവർ മറുപടി പറയേണ്ടത്. അതിന് ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു കാര്യം, ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയിരിക്കുന്ന പ്രകടനങ്ങളിൽ സ്വയം ദേഹത്ത് ചുവന്ന മഷി ഒഴിച്ചുകൊണ്ട് രക്തം ഒഴുകിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള അപഹാസ്യമായിട്ടുള്ള സമര നാടകങ്ങളെ ഈ സ്വാശ്രയ കോളേജ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എൻ്റെ പേരിൽ കേരളത്തിൽ നടപാടിയത് ഒരു ലജ്ജാകരമായ സംഭവമല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന 2 മെഡിക്കൽ കോളേജുകൾ, ഒന്ന് തിരുവനന്തപുരവും ഒന്ന് ഇടുക്കിയും, അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നില്ലേ? ഇടുക്കിയിലെ ജില്ലാ ആശുപത്രി പോയി കണ്ട ദയനീയാവസ്ഥയാ. അവിടെയാണോ നിങ്ങൾ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവകാശം ഉന്നയിക്കുന്നത്? കോടി രൂപയുടെ അഴിമതിയാണ് കേരളത്തിൽ. തീർച്ചയായും. രോഹിത്, ഇനി എപ്പോൾ സമരം പിൻവലിക്കും? സമരം പിൻവലിക്കില്ല. കാരണം ഇന്ന് ആരോഗ്യമന്ത്രിയുമായി യൂത്ത് കോൺഗ്രസിൻ്റെയും യേശുവിൻ്റെ നേതാക്കന്മാർ ചർച്ച ചെയ്തു. ഞങ്ങൾ വളരെ കൃത്യമായി ഈ കരാർ സർക്കാർ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കോഴക്കരാറാണ് ഇതിന് പറയുക. കോഴ മേടിച്ചിട്ടുണ്ട്, അത് പുനഃപരിശോധിക്കണം. നമ്പർ 1. നമ്പർ 2, ഈ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പണമിടപാടുകളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തണം, വളരെ കൃത്യമായി അന്വേഷണം. ഡീൻ കുര്യാക്കോസ് അയച്ച തുറന്ന കത്തിലും അത് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ. കേരളത്തിൽ ഇപ്പം ഇവിടെ പറഞ്ഞു കൂടുതൽ കോളേജുകൾ എഗ്രിമെന്റ് ഈ സർക്കാരുമായി ഉണ്ടാക്കിയെന്ന്. എങ്ങനെ ഉണ്ടാക്കുക? കഴിഞ്ഞ വർഷം മാനേജ്മെന്റ് സീറ്റിലെ വർധനവ് 15,000, 10,000, 10,000 ആണെങ്കിൽ ഈ വർഷം 65,000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുത്താൽ ഏത് മാനേജ്മെന്റ് കരാറിൽ ഏർപ്പെടാത്ത എല്ലാവരും അവസാനമായി സാബ്ലു ഇത് എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കും? അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ സെപ്റ്റംബർ 30 മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന അഡ്മിഷൻ
അവസാനിപ്പിക്കേണ്ട തീയതി. അത് മറികടക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു കേസുണ്ട്. മറ്റേ കേരളത്തിലെ കോളേജുകൾക്കും കോമൺ കൗൺസിലിങ്ങിൽ നിന്ന് അഡ്മിഷൻ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഒരു കേസ്. ആ കേസിൻ്റെ ഒരു വിധി വന്നില്ലെങ്കിൽ ഇത് എക്സ്റ്റൻഷൻ കിട്ടില്ല. സെപ്റ്റംബർ 30 അവസാനിപ്പിക്കണം. ഇനി നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും പുറകിലേക്ക് പോയി ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് സാങ്കേതികമായി വളരെ ശരിയാണ്. ശ്രീ ഷിജു ഖാൻ, അതായത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട അക്കമിട്ട് എണ്ണിയ കാര്യങ്ങൾ, അതിനെ എങ്ങനെ നിങ്ങൾ സമീപിക്കും? ഈ സമരക്കാരും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണല്ലോ, അവരെ എങ്ങനെ ഇതിലേക്ക് ഉൾപ്പെടുത്തും? വളരെ പെട്ടെന്ന് ചുരുക്കി. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാട്ടിലെ ഏത് സംഘടനയ്ക്കും അഭിപ്രായങ്ങൾ പറയാനും സമരം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കോഴ കോളേജുകൾ എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുന്ന കോളേജുകളെയോ ആ കോളേജുകളിൽ നടക്കുന്ന വിദ്യാഭ്യാസ കൊള്ളയെയോ ശ്രദ്ധിക്കാതെ അത്തരം സ്ഥാപനങ്ങളെ വിട്ടുകളഞ്ഞ് അത്തരം സ്ഥാപനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത് അത്തരം സ്ഥാപനങ്ങളെ കൂടി കോൺട്രാക്റ്റിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അങ്ങനെ തീരുമാനമെടുത്ത ഒരു ഗവൺമെന്റ് എന്തോ പണമിടപാടിൽ വിജിലൻസ് അന്വേഷണം വേണം എന്നൊക്കെ വാദിക്കുന്നത് ഒരു യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആശാസ്യമായ കാര്യമല്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പല മാനേജ്മെന്റുകളും നടത്തുന്ന ധാർഷ്ട്യത്തിനെതിരെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം. അതിനോടൊപ്പം ഈ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു നിലപാടും കേരളത്തിലെ ഒരു ഗവൺമെന്റും സ്വീകരിക്കരുത് എന്ന നിലപാടാണ് ഞങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം വളരെ പെട്ടെന്ന്. സ്വാശ്രയത്തിൽ ഉരുണ്ടുകൂടിയ കല്ലുകടികളും അതിനപ്പുറത്തേക്ക് മറികടന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയും രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒക്കെ എങ്ങനെയാണ് സമകാലികത്തിൽ സഹായകമാകുന്നത് എന്നതാണ് ചർച്ചയിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞത്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ